നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരു സോറി പറയുന്നു എല്ലാവരോടും. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ രാവിലെ സമയം എത്രയായി എന്നുണ്ട്. ഇന്ന് 18/10/28. ഇന്ന് 18 ഏപ്രിൽ 2026. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇവിടെ ജനിച്ച എല്ലാവർക്കും മരുന്ന് വേണം, ജീവിക്കണം. അതിന് ചില തടസ്സങ്ങളിൽ അതിശക്തമാണ്. അതിലൊന്ന് പുതിയ നിയമം ഉണ്ടാക്കുകയല്ലാണ്ട് മറ്റ് പോംവഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിനോടാണ് ഇക്കാര്യം ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നത്. ഒന്ന്, സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് അതിനൊരു എൻക്വയറി കമ്മീഷനോ അതുപോലെ തന്നെ അതിൻ്റെ DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും താഴേക്കടിയിലേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വേണം. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു കാര്യം, ഒരാളുടെ ഒരു കേസ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ അയാൾ ആ ഫോണ് ആ ID വെച്ച് എന്തൊക്കെ കൃത്രിമത്തിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഫുള്ള് തരണം. ഒന്ന് തരഞ്ഞാലത് പോരാ, ഫുള്ളായിട്ട് തരണം. ഒരു കാര്യം അവിടെയാണ്. എന്നിട്ട് കുറ്റക്കാരാര് തന്നെ ആയാലും ശരി, ഇയാളുടെ ഫോണിലേക്ക് ഇങ്ങോട്ട് വന്നതോ അങ്ങോട്ട് പോയതോ ഉണ്ടെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകണം. അതാണ് കാരണം. വെറുതെ നുണ പറഞ്ഞ് നാശനഷ്ടമുണ്ടാക്കുന്ന ഒട്ടനവധി കേസുകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ അപകടം വന്നു, എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഞാനിത് പട്ടിണി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അറിയണം. അത് കംപ്ലീറ്റ് ഞാനൊരു കുറ്റം ചെയ്യാണ്ട് എൻ്റെ ഫോണിൽ വന്നിട്ട് അശ്ലീലങ്ങൾ ഇട്ടിട്ടാണ് ഇത്രയും അശ്ലീലങ്ങളൊക്കെ കയറ്റി വലിയ നേതാക്കന്മാരുടെ പോസ്റ്ററൊക്കെ അതിലെടുത്തിട്ട് അതിൽ ലൈംഗിക അപവാദ കേസുകളൊക്കെ ഉണ്ടാക്കി. അതിൽ ഒക്കെ ഞാൻ നിരപരാധിയാണ്. കാരണം അത് ID തെളിയിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി വരാതിരിക്കാൻ വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ മയക്കുമരുന്നിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാധനമുണ്ട്. MDMA ഉൾപ്പെടെയുള്ള പല സാധനങ്ങളുമുണ്ട്. അതിന് ശിക്ഷ വിധിക്കാനുള്ള ശരിക്കുള്ള ഒരു ID പ്രൂഫ് തയ്യാറാക്കുക തന്നെ വേണം ശിക്ഷ വിധിക്കാൻ. അതിൽ ഒന്നാമത്തെ ശിക്ഷ എന്ന് വെച്ചാൽ ഇതാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഒരു തവണ അവർക്ക് വാണിയം കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഒരു തവണ വാണിയം കൊടുത്തിട്ട് രണ്ടാമത് അയാൾ ആ കമ്പനി അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് നടപടിയിലേക്ക് പോകണം. അത്തരം കമ്പനികൾ കേവലം മണിക്കൂറുകളെ പിന്നെ ബാക്കിയുണ്ടാവും. കമ്പനി മാത്രമല്ല, ഇയാളുടെ പേരിൽ നടപടി വേണം. അതൊരു സാധാരണ നടപടി ആയിരിക്കരുത്. കാരണം ജനങ്ങളെ കൂട്ടക്കൊല നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കിയ ഇദ്ദേഹത്തിന് പിന്നെ ജീവിക്കാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ അറിയാണ്ട് തെറ്റ് ചെയ്ത ആളുകൾ ഇതിലുണ്ടാവും. അവർക്ക് നിരപരാധികം മാപ്പും അതുപോലെ തന്നെ ഒരു പക്ഷേ ജയിൽ ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ദുഃഖവും രേഖപ്പെടുത്താനും പിന്നെ നമ്മളുടെ നിയമം ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലാണ്ട് കഴിയില്ല. കാരണം ഇപ്പോൾ MDMA കച്ചവടം ചെയ്യുന്ന അതൊരു തൊഴിലാക്കിയ ഒട്ടനവധി ആളുകളെ കാണാം. അത് പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സ്വർണം പിന്നെ ഈ വില കൂടാൻ കാരണം നമ്മുടെ ബാങ്ക് കൊള്ള ആയി ബന്ധപ്പെട്ടാണ്. അതായത് ഇത്തരം സംവിധാനങ്ങൾ ഒരിക്കലും ശരിയാവില്ല. സ്വർണം വാങ്ങി സൂക്ഷിക്കുക, ബാങ്കിൽ പൈസ ഇട്ടാൽ പൈസ മിസ്സിങ്ങായി പോവുക, അത് വളരെ മോശമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇതിനും നല്ലൊരു നിയമം വേണം. നിയമം എന്ന് പറഞ്ഞാൽ ചെവിയുടെ അരയിൽ വെക്കാനുള്ളതൊന്നുമല്ല, തലയിലെടുത്ത് വെക്കാനുള്ളതൊന്നുമല്ല, ആ സ്ഥലത്ത് കൂടെ കയറ്റാനുള്ളതുമല്ല. നിയമം പരിരക്ഷപ്പെടണം. അല്ലാണ്ട് മറ്റുള്ള നടക്കില്ല. കുറ്റം ചെയ്തവൻ നിയമം അറിയണം. അത് അവർക്ക് ശിക്ഷ ഏത് തരം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പിന്നെ പാർലമെൻറ്റ് തീരുമാനിക്കണം. ആ തീരുമാനങ്ങളെ ചെറുതും വലുതുമായിട്ടുള്ള ശിക്ഷകൾ വിവിധ കോടതികൾക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരവും നൽകണം. ശിക്ഷ വിധിക്കാൻ അത് നടപ്പാക്കേണ്ട ചുമതല അതാത് ജയിലുകൾക്കും. പിള്ളേരെ ഇവിടെ ഒന്നും പട്ടിണിക്കിട്ട് കൊല്ലേണ്ട കാര്യം പറയുന്നില്ല, അവിടെയൊന്നും ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് പരിധി കൂടുതൽ 1ഉം 2ഉം വാണിംഗ് ലംഘിച്ച ആളുകൾക്ക് ആ സ്പോട്ടിൽ വധശിക്ഷ നൽകണമെന്നാണ്. വാണിംഗ് അതിനുള്ള കാരണം പരിശോധിക്കണം. വെറുതെ വധശിക്ഷ നടപ്പാക്കരുത്. കാരണം കൃത്യമായിട്ട് പരിശോധിക്കണം. അതെന്തായിരുന്നു കാരണം,
ഒരാൾ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത് പോയാൽ പിന്നെ ലോകത്തെ മുഴുവൻ തെറ്റ് ചെയ്യുന്നതും അയാളാണ്. അത്തരം സംവിധാനങ്ങൾ പറ്റില്ല. ഇയാൾ ചെയ്ത തെറ്റ്, അപ്പം ചെയ്ത തെറ്റ് മറ്റുള്ളവർ പറയാ എന്ന് മാത്രം പോരാ, അതിന് പ്രൂഫ് വേണം, പ്രൂഫ്, ഐഡിയ. അല്ലാതെ കള്ളത്തരം ആര് പറയുന്നോ, കള്ളത്തരം ആര് പറഞ്ഞോ, ആരുടെ ഭാഗത്തു നിന്നാണോ അവൻ വലുതോ ചെറുതോ എന്നല്ല, നടപടിയിലേക്ക് പോകണം അവിടെ ഉദ്യോഗസ്ഥന്മാർ. അതേപോലെ പോലീസുകാരോട് പിന്നെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളൊരു പക്ഷേ സസ്പെൻഡ് ചെയ്തേക്കാം, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്കാം, നിങ്ങൾക്കൊരു യൂണിഫോമും ഇതുവരെ ശമ്പളം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 70 വയസ്സ് കാലയളവ് വരേക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പിന്നെ നിർബന്ധിത ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഒരു കാര്യം ഒന്നാണ്, ഇത്തരം കേസുകൾ അന്വേഷിച്ച് അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട്, അതായത് കുറ്റവാളി ആര് തന്നെ ആവട്ടെ, നിരപരാധി ആര് തന്നെ ആവട്ടെ, ആ റിപ്പോർട്ട് രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള അധികാരം ലോക്കൽ പോലീസുകാർക്ക് ഉൾപ്പെടെ നൽകുന്നു. അതിന് കാരണം വ്യക്തമായതുകൊണ്ട്, കാരണം അതിൽ ബാക്കിയുള്ളതൊന്നും വരില്ല. പിന്നെ ഇതിലൊരു പക്ഷേ ഇത്തരത്തിൽ പിന്നെ ആളുകൾക്ക് ചിലപ്പോൾ വധശിക്ഷ പല ആളുകളും നടപ്പാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണും. അത് ചെറിയൊരു വിഷയമായിട്ടല്ല കാണും, അത് ഗൗരവമേറിയ പ്രശ്നം. ഇതാണ് ഇന്ന് എനിക്ക് എൻ്റെ നിയമകടയിൽ വെച്ചിട്ട് ഞാൻ പറ്റുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ സൈബർ സെല്ലിന് ഈ കാരണമായിട്ടുള്ള കാരണം ഇടും. ഇത് കഴിഞ്ഞ 30 കൊല്ലത്തെ ഞാൻ അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് വെറുതെ ഒരു അനുഭവം പറഞ്ഞതല്ല. ഈ കയ്യിൽ കറയില്ല, ഈ മനസ്സിനുമില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഐഡിയകളോടൊക്കെ ഇത്ര ഗൗരവത്തിൽ പറയേണ്ട കാര്യമുണ്ടായത് പിള്ളേര്. അപ്പോൾ കുറ്റം ചെയ്തവൻ ആര് തന്നെയാണെങ്കിലും ശരി, അവൻ്റെ മുഖം ഭാവമൊന്നും എനിക്ക് വേണ്ട. അതിട്ടൊന്നും കാര്യമില്ല. കുറ്റക്കാരനായിട്ട് അവന് ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടായി എന്നുള്ളത് വിശദമായി പരിശോധിക്കണം. അതിൻ്റെ എന്താ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പരിശോധിക്കണം പിള്ളേരെ. എന്നിട്ട് നടപടിയിലേക്ക് പോകണം. മനഃപൂർവ്വം ചെയ്ത ഒരാൾക്കും മാപ്പില്ല, മാപ്പ് നിരക്കില്ല, അത് ഉറപ്പ്. അപ്പം ഞാൻ ടെക്നോളജി മേധാവി മുഹമ്മദ് ബദീൽ പട്ടാമ്പി, ഞാൻ കൊപ്പത്ത് എൻ്റെ കടയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷമാപനം നടത്തുന്നു. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ പിന്നെ എൻ്റെ പട്ടിക തയ്യാറാക്കിയിട്ടിന്ന് ഇതിൽ കൂടെ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം കുറ്റവാളികളെ വേർതിരിച്ച് എഴുതിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കും. പൊതുജനങ്ങൾക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ല? അപ്പോൾ കുറ്റം ഒരാളോട് ചെയ്യാൻ പോകരുത്. അഥവാ ഉണ്ടെങ്കിൽ അവരോട് എങ്ങനെ അത് തെറ്റ് പറയണം, എങ്ങനെ നഷ്ടം കൊടുക്കണമെന്ന് തീരുമാനിക്കണം. അസ്സലാമു അലൈക്കും.